കുറച്ച് ഇഞ്ചി എടുത്ത് നീളത്തിലരിയുക, കുറച്ച് വെളുത്തുള്ളി നീളത്തിലരിയുക, കറിവേപ്പില കുറച്ചെടുക്കുക, കൊടംപുളി ആവശ്യത്തിന്, പിന്നെ ഒരു 2.5-3 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി പേസ്റ്റാക്കുക വെള്ളത്തിലലിച്ച്. പാൻ അടുപ്പിൽ വെക്കുക, ചൂടാക്കണ്ടേ? സ്റ്റൗ കത്തിക്കാൻ മറക്കരുത്. ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ ഇടുക, 1/4 ടീസ്പൂൺ മതി, അല്ലെങ്കിൽ കഴിക്കും. പിന്നെ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങൾ ഓരോന്നോരോന്നായി ഇടുക. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നല്ലവണ്ണം ബ്രൗണായിട്ട് വഴറ്റുക. അത് കഴിഞ്ഞ് അത് ഇഞ്ചി ഇട്ടു, പിന്നെ വെളുത്തുള്ളി. എന്തിനാണിത് വഴറ്റുന്നത്? അതിൻ്റെ പച്ച ചുവ മാറാനാണ് എണ്ണയിലിട്ട് വഴറ്റുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പച്ച ചുവ മാറത്തില്ല. അത് കഴിഞ്ഞ് മുളകിൻ്റെ പേസ്റ്റ് ഒഴിച്ച് അത് നല്ലപോലെ വഴറ്റണം. എണ്ണ തെളിയുന്നവരെ വഴറ്റണം, അല്ലെങ്കിൽ മുളക് പൊടിയുടെ ആ പച്ച ഒരു ടേസ്റ്റ് ഉണ്ടാവും. നല്ലപോലെ എണ്ണ തെളിയുന്നവരെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടെ പൊടിയിട്ട് പേസ്റ്റിട്ട് വഴറ്റണം. പിന്നെ 2 കപ്പ് വെള്ളം ഒഴിക്കുക. 2 കപ്പ് വെള്ളം ഒഴിച്ചു. അതിലേക്ക് ആവശ്യത്തിന് കുടംപുളി ഇട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആവാം, തിളയ്ക്കാൻ വെക്കുക. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തേക്കുന്ന മീൻ. ഇത് വറ്റയായിരുന്നു, ഇത് നല്ല കറി പീസാക്കി വെച്ചേക്കുന്നത്. അത് തിള വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പീസുകളൊക്കെ അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇടണം. ഇത് ഏത് ബാച്ചിലേഴ്സിനും കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയൊരു എളുപ്പമായിട്ടുള്ളൊരു മീൻ കറിയാണ്. എന്നിട്ട് അതിൻ്റെ അടപ്പടച്ച് വെക്കുക. അത് ചെറിയ തീയിൽ വേകണം. ആവശ്യത്തിന് ഉപ്പ് ഇടാൻ മറക്കരുതേ. അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കണം. കുറച്ച് നേരം തുറന്ന് വെച്ച് എണ്ണ തെളിയുന്നവരെ ചെറിയ തീയിൽ വെക്കണം. ലോ ഫ്ലെയിമിൽ അല്ലേ? ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പം നമ്മുടെ കോട്ടയം മീൻകറി റെഡിയായി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാം. താങ്ക് യു.